മോണാലിസ വിവാഹിതയായി. ആരാണ് ഈ മോണാലിസ? കുംഭമേളയില് ഒരു മാല വിൽപ്പനക്കാരിയായ പെൺകുട്ടി. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ആ ഒരു രംഗം കണ്ടതാണ്. അച്ഛൻ്റെ കൂടെ ആ മാല വിൽക്കാൻ വേണ്ടിയിട്ട് കുംഭമേളക്ക് വന്നതാണ്. ആ ഒരു കുട്ടിയുടെ സൗന്ദര്യം കണ്ട് പല ആളുകളും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നീട് ആ കുട്ടിയാണ് റിച്ചായി. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ വളർന്ന ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാം നമുക്ക്. പിന്നീട് നമ്മുടെ ബോച്ചെ അവർ കൊണ്ടുവരികയും അവരുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനമൊക്കെ നടത്തിപ്പിക്കുകയും ചെയ്ത് നല്ലൊരു എമൗണ്ട് ബോച്ചൻ്റെ അടുത്ത് കിട്ടിയിരുന്നു. കൈനീട്ടം അതായിരുന്നു. പിന്നീട് ആ കുട്ടിക്ക് പല പരസ്യപ്പലകളിലും അവസരം കിട്ടുകയും അതിലൂടെ നല്ലൊരു രൂപ സമ്പാദിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവളെന്ത് ചെയ്തു? ആ പണമൊക്കെ കുറെ ഉപയോഗിക്കുന്നത് അവളുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. സ്കൂളുകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആതുര സേവനത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവൾക്കൊരു വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം ഉണ്ട്, അവരെ വിവാഹം കഴിക്കണം എന്നുള്ള സ്വന്തം അച്ഛൻ്റെ അടുത്ത് പറയുകയും അച്ഛൻ അത് എതിർക്കുകയും. പക്ഷെ അതെന്തോ അത് നമുക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. ഏതായാലും ആ പെൺകുട്ടി നേരെ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങുകയും പോലീസിൽ അഭയം തേടുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. അങ്ങനെ ഇന്നലെയായിരുന്നു അവരുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ അവര് അർപ്പിക്കുന്ന മാല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അർപ്പിക്കുന്നുണ്ട്. ആ മാല ചുമല കളറാണ് അല്ലേ? അത് നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലേ? ഈ ഇടതുവശം അതിൽ കയറി കൂടിയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ കളറാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം.